أصلح من كان صلاحه صلاحا لأمة محمد صلى الله عليه وسلم. ഇതൊരു വലിയ അത്ഭുതകരമായ ദുആയാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറെ പ്രസക്തമായ ദുആയാണ്. اللهم أصلح من كان صلاحه صلاحا لأمة محمد صلى الله عليه وسلم. അല്ലാഹുവേ, ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തിന് നന്മയുണ്ടാവാൻ കാരണമാകുന്ന ആരൊക്കെയുണ്ടോ അവരെയൊക്കെ നീ സ്വാലിഹീങ്ങളാക്കി മാറ്റണമേ. അല്ലാഹുമ്മ അഹ്ലിക് മൻ കാന ഹലാകുഹു സ്വലാഹൻ ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ചില ആളുകളെ മരിപ്പിക്കണം. എന്തിന്? അവർ മരിച്ചാൽ ഈ ഉമ്മത്തിലെ പ്രശ്നം തീരും. അങ്ങനെയാണെങ്കിൽ അവരെ മരിപ്പിക്കണേ. اللهم أهلك من كان هلاكه صلاحا لأمة محمد صلى الله عليه وسلم. ഈ ഉമ്മത്തിനാണ് ദ്വാരക്കണേ. ഉമ്മത്തിന്റെ വിഷയം വലിയ വിഷയമാണ്. ഒരു മനുഷ്യന്റെ വ്യക്തിയുടെ ഒരു താല്പര്യം, പക്ഷെ അതിന്റെ പിന്നിൽ ഉമ്മത്തിൽ ഫസാദ് ഉണ്ടാവുക, ഉമ്മത്ത് പരസ്പരം ഭിന്നിക്കുക, അങ്ങനൊന്നും വരാൻ പാടുള്ളതല്ല. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്, വലിയൊരു ഇബ്തിലായിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹു നമ്മൾ കൈഫന തസറഫ്, നമ്മൾ എങ്ങനെയാണ് അതിലൊക്കെ ഇടപെടുന്നത് എന്ന് അള്ളാഹു നോക്കുകയാണ്. അള്ളാഹു നമ്മൾ എങ്ങനെ ഇടപെടുന്നു എന്ന് നോക്കുകയാണ്. ബൈഉൽ അസ്ലിഹത്തി മുഹറമുൻ ഇൻദൽ ഹർബ്. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആയുധ വിൽപ്പന ഹറാമാണെന്നാണ് മസ്അല. യുദ്ധം നടക്കുമ്പോൾ, നാട്ടിൽ കലാപം നടക്കുമ്പോൾ ആയുധ കച്ചവടം ഹറാമാണ്. ആയുധം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു ഫിത്നയും ഫസാദും ഉണ്ടാവുമ്പോൾ ഈ ഫേസ്ബുക്കിലും ഇവിടെയും കയറി ഓരോന്ന് എഴുതി മിണ്ടാണ്ടിരുന്നാൽ മതി. അതൊരു ആയുധമാണ്, ഇന്നത്തെ ഒരു ആയുധമാണത്. നിങ്ങളൊന്ന് മിണ്ടാണ്ട് നിങ്ങളെ കൈവിരലും വായു ഒന്ന് പൂട്ടിവെച്ചാൽ ഈ ഉമ്മത്തിലെ പ്രശ്നം തീരും. മിണ്ടാണ്ടിരുന്നാൽ മതി. നിങ്ങൾ എന്തിനാ എഴുതുന്നത്? ആ എഴുത്തുകൊണ്ട് ഉമ്മത്തിൻ്റെ ഒരു സ്വലാഹ് ഉണ്ടെങ്കിലൊക്കെ ഇല്ലേ, മിണ്ടാതിരുന്നോളി, അത് നല്ലത്. പല ഫിത്നകളും അടങ്ങണമെങ്കിലും ഒന്ന് മിണ്ടാതിരുന്നാൽ മതി. ഒരാഴ്ച നേരം മിണ്ടാതിരുന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ മാക്സിമം. അപ്പോഴേക്ക് എന്തെങ്കിലും ആരെങ്കിലും പറയും, ആരെങ്കിലും എഴുതി വിടും. അപ്പോൾ ദ്വാരക്കും, അല്ലാഹുവേ, ചില ആളുകളുടെ മരണം കൊണ്ട് ഉമ്മത്തിന് ഖൈറുണ്ടെങ്കിൽ നീ അവരെ മരിപ്പിക്കണമേ. അല്ലാഹുമ്മ അഹ്ലിക് മൻ കാന ഹലാകുഹു സ്വലാഹൻ ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അസ്ലിഹ് മൻ കാന സ്വലാഹുഹു സ്വലാഹൻ ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിന് നന്മ കിട്ടാൻ കാരണമാകുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണമേ. ഈ ഉമ്മത്തിന് നന്മ കിട്ടാൻ ആരുടെയൊക്കെ മരണം കാരണമാണോ അവരെ നീ മരിപ്പിച്ചേക്കണമേ. ആര് ദുആയിരുന്നു? സയ്യിദ് സാഹിദീൻ, താബിഈങ്ങളുടെ കാലഘട്ടത്തിന്റെ മുജദ്ദിദ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഒരു ദിവസം കൊണ്ട് അല്ലാഹു സ്വലാഹ് നൽകിയ മഹാനാണ്. ഖിലാഫത്ത് ഏറ്റെടുത്ത അന്നു മുതൽ അല്ലാഹു മഹാനെ തർബിയത്ത് ചെയ്ത് മാറ്റിയെടുത്തു. ഒരു ദിവസം കൊണ്ട് സ്വലാഹ് കിട്ടിയ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. അത് നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ചത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ ഒരു ദിവസം കൊണ്ടാണ് അല്ലാഹു മാറ്റിയത് റഹ്മത്തുള്ളാഹി തആല അലൈഹി. سيكون عليكم أمراء يفسدون وما يصلح الله بهم أكثر. ഈ ഉമ്മത്തിന് അല്ലാഹു ചില പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. ഇത് ഹബീബിന്റെ ഉമ്മത്താണ് സ്വല്ലല്ലാഹു. ഇത് ഹബീബിന്റെ ഉമ്മത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഹബീബിന്റെ ഉമ്മത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയകൂനു അലൈക്കും ഉമറാഉ യഫ്സുദൂൻ. മോശപ്പെട്ട ഉമറാക്കൾ നിങ്ങൾക്ക് വരാനിടയുണ്ട്. എന്നാലും വമാ യുസ്ലിഹുല്ലാഹു ബിഹിം അക്തർ. അവർ കാരണം അല്ലാഹു ഇവിടെ ഒരുപാട് നന്മ നിർവഹിച്ചിട്ടുണ്ടാകും. ചില ഉമറാക്കന്മാരിൽ കുഴപ്പമുണ്ടാകും, പക്ഷേ അവരുടെ പിന്നിലൂടെ അല്ലാഹു ഉമ്മത്തിന് ഖൈർ ചെയ്യുന്നുണ്ട്. വമാ യുസ്ലിഹുല്ലാഹു ബിഹിം അക്തർ. ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ച ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഈ ഉമ്മത്തിൽ ഖൈർ ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റഹ്മഹുല്ലാഹ്, മുസ്ലിം ഉമ്മത്തിന്റെ ഭരണാധികാരികൾ. നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും ഭരണാധികാരികൾ ഈ ഉമ്മത്തിന്റെ ഭരണാധികാരികൾ ഒന്നുമില്ല. നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നവരാണ്. പക്ഷേ മുസ്ലിം ഉമ്മത്തിന് ഭരണാധികാരികളുള്ള നാടുകളുണ്ട്. സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി, തസൗഫിന്റെ ആലിമീങ്ങളിൽ അറിയപ്പെടുന്ന മഹാനായ പണ്ഡിതൻ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹ്, അവരോട് ചോദിക്കുകയാണ്, അയ്യുന്നാസി ഖൈർ. ഈ മനുഷ്യന്മാരിൽ ഏറ്റവും നല്ല ഖൈറായ മനുഷ്യൻ ഇപ്പം ആരാ? ആബിദീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, ഉമറാക്കൾ, ബുസറാ ഉണ്ട്, ഖുറാഉകളുണ്ട്, ഹഫീദീങ്ങളുണ്ട്. ആരാണ് ഖൈറായവർ? ഖാല അസ്സുൽത്താൻ, നല്ല ഭരണാധികാരിയാണ്. പറഞ്ഞു
കുന്നാ നറാ ശർറന്നാസി സുൽത്താൻ, ഭരണാധികാരികൾ ഏറ്റവും മോശമാണെന്നാണല്ലോ ഞങ്ങൾ മനസ്സിലാക്കിയത്. പിന്നെ എങ്ങനെയാ സഹൽ എന്നവരെ നിങ്ങൾ സുൽത്താനാണ് ഏറ്റവും നല്ല ഖൈറായ മനുഷ്യനെന്ന് എങ്ങനെ പറയുന്നു മഹലൻ ഇന്ന ലില്ലാഹി ഫീ കുല്ലി യൗമിൻ നദറതൈൻ, അല്ലാഹു ഭൂമിയിലേക്ക് മനുഷ്യരിലേക്ക് ഓരോ ദിവസവും 2 നേരം നോക്കുന്നുണ്ടത്ര, 2 നോട്ടം. നദറത്തുൻ ഇലാ സലാമത്തി അംവാലിൽ മുസ്ലിമീൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ ആളുകളുടെ സമ്പത്ത് സുരക്ഷിതമാണോ എന്ന് അള്ളാഹു നോക്കുന്നുണ്ട്. വനദറത്തുൻ ഇലാ സലാമത്തി അബ്കാരിഹിം, പിന്നൊരു നോട്ടം ഈ ഉമ്മത്തിലെ പെൺകുട്ടികൾ വ്യഭിചരിക്കപ്പെടാതെ ചാരിത്രശുദ്ധിയോടുകൂടെ ജീവിക്കുന്നുണ്ടോ എന്നും അള്ളാഹു ഒരു ഭരണാധികാരി ഭരണം നടത്തുമ്പോൾ 2 നേരം ഓരോ ദിവസവും അള്ളാഹുവിൻ്റെ തിരുനോട്ടമുണ്ടത്രേ ഭൂമിയിലേക്ക്. ഫയഗ്ഫിറു ലഹു ജമീഅ ദുനൂബിഹി, തൻ്റെ ഭരണകാലത്ത് മുസ്ലിമീങ്ങളുടെ സമ്പത്ത് സുരക്ഷിതവും അവരിലെ പെൺകുട്ടികൾക്ക് ചാരിത്രശുദ്ധിയും ഉണ്ടെങ്കിൽ അള്ളാഹു ആ സുൽത്താനിന് എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കുമെന്ന് മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനത്തെ ഭാഗ്യം അള്ളാഹു നൽകുന്നുണ്ടെങ്കിൽ ഖൈറുന്നാസി അസ്സുൽത്താൻ, ജനങ്ങളിൽ ഏറ്റവും ഖൈറായവർ നല്ല ഭരണാധികാരി തന്നെ അല്ലയോ? അതുകൊണ്ടാണ് ഫുളൈൽ ഇബ്നുൽ അയാദ് റഹിമഹുല്ലാഹ് പറയുന്നത്, ലൗ അന്നലി ദഅവത്തുൻ മുസ്തജാബ ലജഅൽതുഹാ ലിൽ ഇമാം. ഇവിടെ പറഞ്ഞ ഇമാം എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയാണ്, നേരത്തെ പറഞ്ഞത് പള്ളിയിലെ ഇമാമാണ്. ലൗ അന്നലി ദഅവത്തുൻ മുസ്തജാബ, അല്ലാഹു എനിക്ക് ഉത്തരം നൽകുമെന്ന് ഉറപ്പ് തന്ന ഒരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, ഒരു ദുആ, ഫുളൈൽ ഇബ്നുൽ അയാദ് നിങ്ങൾ ആ ദുആ ചെയ്താൽ, ആ നേരത്ത് ചോദിച്ചാൽ ഞാൻ തരാം എന്ന് അല്ലാഹു എനിക്കൊരു ഉറപ്പ് തന്നാൽ, ആ ദുആ ഞാൻ ആർക്കാ ദോരക്കാന്നറിയോ? ലജഅൽതുഹാ ലിൽ ഇമാം, ഈ ഉമ്മത്തിന്റെ ഭരണാധികാരിക്ക് വേണ്ടിയാണ് ഞാൻ ദുആ ഇറക്കുക. കാരണം ലിഅന്ന സ്വലാഹു സ്വലാഹുൽ ഇബാദി വൽ ബിലാദ്, ഭരണാധികാരി നന്നായാൽ ജനങ്ങളും നാടും നന്നാവും. അല്ലാഹു നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം നല്ല മനുഷ്യരുടെ കൈകളിലേക്ക്, ജനാധിപത്യ സംവിധാനങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന, മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന നല്ലവരുടെ കൈകളിലേക്ക് അല്ലാഹു നൽകട്ടെ. നമുക്ക് ദുആയിരക്കണം. ലിഅന്ന സ്വലാഹു സ്വലാഹുൽ ഇബാദി വൽ ബിലാദ്. ഇത് പറഞ്ഞപ്പോഴാണ് അബ്ദുല്ലാഹി മുബാറക് റഹ്മഹുല്ലാഹ് ഫുളൈൽ ഇബ്നു അയാദ് എന്നവരിലേക്ക് എഴുന്നേൽക്കുകയും ഫഖബ്ബല വജ്ഹഹു, മഹാന്റെ മുഖത്ത് ചുംബിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, യാ മുഅല്ലിമൽ ഖൈർ മൻ യുഹ്സിനു ഹാദാ ഗൈറുക, ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന ഫുളൈൽ ഇബ്നു അയാദ്, യാ മുഅല്ലിമൽ ഖൈർ, ഖൈർ പഠിപ്പിക്കുന്ന മഹാനവറുകളെ, നിങ്ങളല്ലാതെ ആരാണ് ഇത്ര മനോഹരമായി ഇത്തരം വിഷയങ്ങൾ പറയുക? എത്ര നല്ല കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. ഒരു ദുആ അല്ലാഹു എനിക്ക് നൽകുമെങ്കിൽ ആ ദുആ ഭരണാധികാരിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം സ്വാർത്ഥനല്ല, ഒരു മുസ്ലിം സ്വാർത്ഥനാവാൻ പാടില്ല. ഒരു ദുആക്ക് ഉത്തരം അല്ലാഹു നൽകുമെന്ന് പറഞ്ഞാൽ മിനിമം എനിക്ക് സ്വർഗം തരണേ എന്ന് ഞാൻ ചോദിക്കുന്നില്ലേ നമ്മൾ പറയാ, സ്വന്തം തടി കഴിച്ചിലാക്കാൻ അല്ലേ? ആ മഹാൻ പറഞ്ഞ എന്താ? ആ ഒരു ദുആ കൊണ്ട് ഞാൻ ചോദിക്കുക, അല്ലാഹുവേ ഞങ്ങളുടെ ഭരണാധികാരിയെ നന്നാക്കണമേ എന്നായിരിക്കും ഞാൻ ദുആ ചെയ്യുക. ലജഅൽതുഹാ ലിൽ ഇമാം, അങ്ങനെ ദുആ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഇപ്പൊ വെള്ളിയാഴ്ച ഒരു ദുആ ഉണ്ട്. അങ്ങനെ വെള്ളിയാഴ്ചത്തെ അവസാനത്തെ മണിക്കൂർ, അസർ കഴിഞ്ഞ് മഗ്രിബിന്റെ മുമ്പുള്ള, അസർ മഗ്രിബിന്റെ ഇടയിലെ 1 മണിക്കൂർ സമയം, മൊത്തം 2-2.5 മണിക്കൂറേ കാണൂ, അതിൽപ്പെട്ട 1 മണിക്കൂർ നേരം ദുആക്ക് ഉത്തരം ഉറപ്പാണ്. ഇന്ന ഫീഹി സഅതൻ ലാ യുവാഫിഖുഹാ അബ്ദു മുഅ്മിൻ യസ്അലുല്ലാഹ ഇല്ലാ അഅതാ. അപ്പൊ ചോദിച്ചാൽ അല്ലാഹു കൊടുക്കും. അങ്ങനത്തെ ഒരു നേരം വെള്ളിയാഴ്ച ഉണ്ട്, അസർ മഗ്രിബിന്റെ ഇടയിൽ. നല്ല ബറക്കത്തുള്ള സമയമാണ്. നമ്മുടെ നാട്ടിൽ നിക്കാഹൊക്കെ നടക്കലില്ലേ അസർ മഗ്രിബിന്റെ ഇടയിൽ വെള്ളിയാഴ്ച? നല്ല സമയം, നല്ല ബറക്കത്തുള്ള നേരമാണ്. ജുമുഅ കഴിഞ്ഞാൽ തന്നെ ബറക്കത്താ, മഗ്രിബ് വരെ. അസർ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സമയത്തിൻ്റെ പുണ്യം കൂടുകയാണ്. മഗ്രിബ് വരെ, സൂര്യ അസ്തമിച്ച കഴിഞ്ഞാൽ കഴിഞ്ഞു. വെള്ളിയാഴ്ച ദുആക്ക് ഉത്തരമുള്ള സമയമുണ്ട്. ഇഖാമത്തിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിൽ, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ ദുആക്ക് ഉത്തരമുള്ള സമയമാണ്. ഇമാമ് മിമ്പറിൽ ഇരുന്ന് 2ാം ഖുത്ബയ്ക്ക് വേണ്ടി 1ാം ഖുത്ബയുടെ ഇടയിൽ, 2ാം ഖുത്ബയുടെ മുമ്പ് മിമ്പറിൽ ഇരുന്ന് എഴുന്നേൽക്കുന്നത് വരെ ദുആക്ക് ഉത്തരമുള്ള സമയമാണ്. ഇതൊക്കെ എല്ലാ ആഴ്ചയിലും നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ്, ഉപയോഗപ്പെടുത്തുക. നല്ല നല്ല ദുആഇന്റെ നേരങ്ങളാണ്. യാ മുഅല്ലിമൽ ഖൈർ മൻ യുഹ്സിനു ഹാദാ ഗൈറുക. അല്ലാഹുവിന്റെ വചനം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
ലാ യംലികൂന അശ്ശഫാഅത ഇല്ലാ മൻ ഇത്തഖദ ഇൻദ അർറഹ്മാനി അഹദാ. അല്ലാഹുവിൻ്റെ അടുത്ത് ഒരു കരാർ റബ്ബ് തആലയുമായി ഒരു പ്രോമിസ് ഉള്ള ആളുകൾക്കാണ് അല്ലാഹുവിൻ്റെ അടുത്ത് ശഫാഅത്ത് ഉണ്ടാവുകയുള്ളൂ. ലാ യംലികൂന അശ്ശഫാഅ, ആർക്കും നാളെ ശഫാഅത്ത് ചെയ്യാൻ പറ്റില്ല. ഇല്ലാ മൻ ഇത്തഖദ ഇൻദ അർറഹ്മാനി അഹദാ, അല്ലാഹുവിൻ്റെ അടുത്ത് ഒരു കരാർ ഉണ്ടാക്കിയ ആളുകൾക്കൊഴികെ അവർക്ക് ശഫാഅത്ത്. എന്താണ് ഈ കരാർ? എന്താണ് അഹദ്? ഖാല, ഈ അഹദ് എന്ന് പറഞ്ഞാൽ മഹാനായ മുഖാത്തിൽ ഇബ്നു സുലൈമാൻ തങ്ങൾ പറയുന്നു, അൽ അഹദു അസ്സലാഹ്. ആ അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു കരാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ കരാറിന്റെ അർത്ഥം അസ്സലാഹു, നന്മയാണ്, നല്ല ആളാവുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നല്ല മനുഷ്യരായി ജീവിച്ചവർക്കൊക്കെ ശഫാഅത്ത് ഉണ്ടാവും. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളായ ഫ്രണ്ട്സ് വേണം എന്ന് പറയാൻ കാരണം. പെൺകുട്ടികളെ, നല്ല അള്ളാഹുവിനെ ഭയപ്പെടുന്ന പെൺകുട്ടികൾ നിങ്ങൾക്ക് കൂട്ടുകാരികളായി വേണം. എൻ്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളെ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന നല്ല മക്കൾ നിങ്ങൾക്ക് കൂട്ടുകാരായിട്ട് വേണം. എന്തേ?